ഇന്ന് വരെ സ്നേഹമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? ദേ, മൂടുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ബിന്ദുവിന് മൂടുള്ള ഒരു വാക്ക് കേൾക്കണമല്ലേ? പറയേട്ടാ. മൂട്. എന്റെ അമ്മ എന്നോട് പറഞ്ഞതാ, നിങ്ങളെ കെട്ടല്ലേ 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 എന്ന്. സത്യമായിട്ടും? ആ സത്യമായിട്ടും നിന്റെ അമ്മ എങ്ങനെ പറഞ്ഞു? പറഞ്ഞതാ. അപ്പൊ ആ സ്ത്രീക്ക് എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്നു. എന്താ പേര്? മിൻമിനി. മിന്നാമിനുങ്ങോ? മിൻമിനി. ചിമ്മിനി അല്ല മിൻമിനി ആള് കൊള്ളാലോ. ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓഹോ. എന്റെ കണക്കൂട്ടലൊന്നും തെറ്റാറില്ല. സുഖേട്ടൻ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ശൈലജയെ പറ്റി സുഖേട്ടൻ പറഞ്ഞില്ലേ വെറും പച്ചപ്പാവാണെന്ന്? എന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത്തിരി കൊമ്പ് കൂടുതലാണെന്ന്. കൊമ്പോ? മേനി പറിച്ചില്ലേ? അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മോഹനം കുറെ നാൾ പുറകെ നടന്നല്ലേ, പിന്നെ അതിന്റെ ഒരു അഹങ്കാരമൊക്കെ കാണാതിരിക്കോ? ഏയ്, ആ കുട്ടിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ. സുഖേട്ടാ, ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ വേറൊരു പെണ്ണിനെ കഴിയൂ. നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടി. ഹലോ ഹലോ ഹലോ, ഇത് പെപ്സിയാ, പെപ്സി. അപ്പൊ ഇനി 5-6 ദിവസം വെള്ളമിറക്കി നടക്കണല്ലേ? പിന്നെ ഞമ്മക്കാരം. അത് നേരാ. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ല. നേരത്തെ തൊട്ട അപ്പം മയ്യത്താവുന്ന പറഞ്ഞേക്കണ കള്ളപ്പന്നി. ഹലോ മമ്മി, എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു മോനെ. തലവേദന എങ്ങനെയുണ്ട്? ബുക്ക് വായിച്ചോണ്ടിരിക്കുക. വേറെ ജോലി വല്ലതും നോക്കുന്നുണ്ടോ? എവിടെ നോക്കാൻ? അയ്യോ, നോക്കുന്നുണ്ട്. ഞാൻ ഈ ബികോം ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ചേട്ടായി ലൈഫിൽ വന്നതിന് ശേഷം എപ്പോഴൊക്കെയാണ് ചേട്ടായിക്ക് സന്തോഷം ഒരുപാട് തോന്നിയിട്ടുള്ളത്? അത് പറയണോ? ആ പറ. ഞാനിപ്പോ ഒന്ന് നീ ഉറങ്ങുമ്പോ, ഒന്ന് ഞാൻ ഉറങ്ങുമ്പോ. സുഖേട്ടൻ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ. അയ്യോ, സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം. മമ്മൂട്ടി കുറെ കൂടെ ഹൈറ്റ് ഒക്കെ ഇല്ലേ? ആ ഒരു വ്യത്യാസമല്ലുള്ളൂ. ഇപ്പഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഖേട്ടൻ തനി മമ്മൂട്ടിയാ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്കൊക്കെ. അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 എണ്ണം. നിന്റെ വല്ലതും ഉണ്ടോടാ? എന്റെ ഇപ്പൊ ഒരു അറിഞ്ഞാണുണ്ട്. അറിഞ്ഞാണെങ്കിൽ അറിഞ്ഞാണം. തൽക്കാലം പണയം വെക്കാം, കാര്യം നടക്കട്ടെ. അതിന് ഈ കറുത്തയാരുടെ പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. ദേ, നിന്റെ മുമ്പില് ജോർജ് സാർ ഇങ്ങനെ നിക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടനിയാ.